ഹലോ എവരി വൺ വെൽക്കം ടു ബിഗ് ലേണിംഗ്. UGC നെറ്റ് ജനറൽ പേപ്പറിൽ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ. സോ നമ്മുടെ യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം പ്രിപ്പറേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നമ്മുടെ സ്ട്രാറ്റജിക് കോർ ഏരിയാസ്, ഏതൊക്കെ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വൺ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും സിലബസിൽ തന്നിരിക്കുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് മാത്രമല്ല നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് ഒരു പ്ലാൻ, എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷനിലെ ടാർഗറ്റ് സ്കോറിലേക്ക് എത്താൻ സാധിക്കൂ. സോ കമ്മ്യൂണിക്കേഷൻ ഏരിയയാണ് നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മി ഷോ യു ദി സിലബസ്. സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഏരിയാസ് മാത്രമേ സിലബസിലുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സി കമ്മ്യൂണിക്കേഷൻ, മീനിങ്, ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർ കൾച്ചറൽ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ദെൻ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. സോ ഇത്രയും ഏരിയയാണ് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നത്. സിലബസ് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയാസേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈവൻ ദോ 2019 ശേഷം ഈ ഒരു ടോപ്പിക് ഏരിയയിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ടഫ്നെസ് വളരെ കൂടുതലായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ നിന്നും ഇപ്പോൾ ചോദിച്ചു കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ഇല്ലാതിരിക്കുന്നതാണ് പ്രധാന കാരണം. സോ ലെറ്റ് മി ഷോ യു. ഇതിൽ തന്നെ ഈ തന്നിരിക്കുന്ന സിലബസ് പ്രകാരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാനത് പെട്ടെന്ന് അണ്ടർലൈൻ ചെയ്യുന്നു നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. ഫസ്റ്റ് ഓഫ് ഓൾ കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിൽ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ, അതേപോലെ ഫോർമൽ ആൻഡ് നോൺ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും, അതേപോലെ മെറ്റാ കമ്മ്യൂണിക്കേഷൻ പോലുള്ള പല ടേമുകളെ പറ്റി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബേസിക് ലെവലിൽ പറയുകയാണെങ്കിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇന്റർ കൾച്ചറൽ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അവിടെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ എക്സാമിനേഷന്റെ പെർസ്പെക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുള്ള സിഗ്നിഫിക്കൻസ് എത്രമാത്രം നമുക്ക് പറയേണ്ട കാര്യമില്ല, അത് വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. സോ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായ ഏരിയയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കുന്ന ഏരിയയാണ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ദെൻ നോട്ട് ബി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഡയറക്ട്ലി നമ്മൾ പഠിക്കുന്ന സെമാൻറ്റിക്, ക്രോസ് കൾച്ചറൽ, അങ്ങനെയുള്ള ഡിഫറെന്റ് ബാരിയേഴ്സിനെ പറ്റി ഡയറക്ട്ലി ആയിരിക്കില്ല ചോദിക്കുന്നത്. ചിലപ്പോൾ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ലെറ്റ് മി ഗിവ് യു ആൻ എക്സാമ്പിൾ. റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ദേർ വാസ് എ ക്വസ്റ്റ്യൻ, കൾച്ചറൽ ബാരിയേഴ്സിന്റെ ഒരു ലിസ്റ്റ് വന്നിട്ട് ഇതിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട്. അത് നമ്മൾ ഒരിക്കലും കവർ ചെയ്യാത്തൊരു ഏരിയയാണ്. സോ അത് നമ്മുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതോടൊപ്പം തന്നെ മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി, മാസ് മീഡിയയുടെ പ്രൊഡക്ഷൻ പ്രോസസ്സും, അതേപോലെ മാസ് മീഡിയയുടെ ഫീച്ചേഴ്സ്, അതിന്റെ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സിംപ്ലി ഇത്രയും ഏരിയാസ് ഞാൻ അണ്ടർലൈൻ ചെയ്തു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇനി ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ടോപ്പിക്കുകൾ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുവാണ്. സോ ഈ 5 ടോപ്പിക്കുകളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. സോ ദീസ് ആർ അവർ സ്ട്രാറ്റജിക് ഫോക്കസ് ഏരിയാസ്. സോ 5 ടോപ്പിക്കുകളിൽ ആദ്യത്തെ ഏരിയ കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. ബട്ട് സിലബസിൽ ഈ കമ്മ്യൂണിക്കേഷൻ മോഡൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2023 രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഒരു ഏരിയയാണ്. സോ കമ്മ്യൂണിക്കേഷൻ മോഡൽ, ലീനിയർ മോഡൽ, ഇന്ററാക്റ്റീവ് മോഡൽ ആൻഡ് ട്രാൻസാക്ഷണൽ മോഡൽസ്. അതെ, ഈ ഓരോ മോഡലിലും ഫർദർ ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. ദെൻ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ടൈപ്സ്, അതിന്റെ ഫീച്ചേഴ്സ്, ദെൻ എക്സാമ്പിൾസ്, അതൊക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ദെൻ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ടോപ്പിക് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ മാസ് മീഡിയയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ മോഡ്സ്, ഓർ യു ക്യാൻ സേ ടേംസ് റിലേറ്റിംഗ് ടു മാസ് മീഡിയ, ദാറ്റ് വിൽ ബി ബെറ്റർ. മാസ് മീഡിയയുമായി ബന്ധപ്പെട്ട ചില ടേമുകൾ, ലൈക്ക് പബ്ലിസിറ്റി, പ്രൊപ്പഗൻഡ, PR, പബ്ലിക് റിലേഷൻസ് പോലുള്ള ടേമുകളെ പറ്റി, ആ ടേമുകളുടെ മീനിങ് ഉൾപ്പെടെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റിയും ചോദിക്കുന്നുണ്ട്. ദെൻ ഫൈനലി ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന്റെ ഫീച്ചേഴ്സും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട അസെഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. സോ ദീസ് ആർ അവർ സ്ട്രാറ്റജിക് ഫോക്കസ് ഏരിയാസ്. ഇപ്പോൾ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ 5 ടോപ്പിക്കുകൾ നമ്മൾ ആദ്യം കവർ ചെയ്യുക എന്നുള്ളതാണ്. ഈ 5 ടോപ്പിക്കുകൾ കവർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സർട്ടൻ ആണ് നമുക്ക് ഏതാണ്ട് നമ്മുടെ ടാർഗറ്റ് മാർക്കിലേക്ക് എത്താൻ സാധിക്കും. കമ്മ്യൂണിക്കേഷനിലെ ടാർഗറ്റ് മാർക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് അവസാനം പറയാം. സോ ടാർഗറ്റ് സ്കോറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന 5 ടോപ്പിക്കുകൾ നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ടാവണം. ദെൻ അതോടൊപ്പം തന്നെ ഓരോ ടോപ്പിക്കിലും ഏതൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യേണ്ടത് അതുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് കമ്മ്യൂണിക്കേഷൻ മോഡൽ.
അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു ഏരിയ. ആ കമ്മ്യൂണിക്കേഷൻ മോഡലിൽ 3 ബേസിക് മോഡലുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ലീനിയർ, ഇന്ററാക്റ്റീവ് ആൻഡ് ട്രാൻസാക്ഷണൽ. ഈ 3 മോഡലുകളിലും there are classifications. ഇപ്പോൾ ലീനിയർ മോഡൽസിന് എക്സാമ്പിൾസ് ആണ് അരിസ്റ്റോട്ടിൽസ് മോഡൽ, ലാസ്വെൽസ് മോഡൽ, ദെൻ ഷെനൻ ആൻഡ് വീവർ മോഡൽ, അതേപോലെ ബെർലോസ് SMCR മോഡൽ. ഇതൊക്കെ ലീനിയർ മോഡൽസിന് എക്സാമ്പിൾ ആണ്. ഈ ഓരോ മോഡൽസിനും മറ്റു പേരുകൾ കൂടിയുണ്ട്. ഓക്കെ, സോ മാത്തമാറ്റിക്കൽ മോഡൽ, അങ്ങനെയുള്ള ചില ടേമുകൾ അഡീഷണലി നമ്മൾ ഇവിടെ പറയാത്ത ടേമുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നുണ്ട്. സോ ഈ ഓരോ മോഡലുകളും അതിന്റെ മീനിങ്ങും ഇതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് ടേമുകൾ, ഇതിന്റെ മറ്റ് പേരുകൾ ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ ഇന്ററാക്റ്റീവ് മോഡലിലേക്ക് വരുമ്പോൾ 2 മേജർ മോഡൽസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒന്ന് ഓസ്ഗുഡ് ആൻഡ് സ്ട്രം മോഡൽ എന്നും പറയും, അതേപോലെ വെസ്സി ആൻഡ് മാക്ലീൻ മോഡൽ. ദെൻ ട്രാൻസാക്ഷണൽ മോഡലിലേക്ക് വരുമ്പോൾ വേൻലൻ ട്രാൻസാക്ഷണൽ മോഡൽ, അതേപോലെ ഡാൻസ് ഹെലിക്കൽ മോഡൽ. സോ ഇത്രയും മോഡലുകൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഈ ഓരോ മോഡലുകളും എന്താണെന്നും ഇതിന്റെ മീനിങ് എന്താണെന്നും കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഈ മോഡൽ പ്രകാരം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫീച്ചേഴ്സ് നമ്മളോട് ചോദിക്കും. അരിസ്റ്റോട്ടിൽ മോഡൽ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് അരിസ്റ്റോട്ടിൽസ് മോഡൽ എന്ന് ചോദിക്കാം. അപ്പോൾ ആ തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് വെച്ചിട്ട് അതിൽ നിന്നും നമുക്ക് അരിസ്റ്റോട്ടിൽ മോഡൽ ഒരു ലീനിയർ മോഡലാണ്, ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഫീച്ചേഴ്സ് മാത്രം അതിൽ നിന്നും സെലക്ട് ചെയ്തെഴുതുക. അങ്ങനെ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ മോഡൽസുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് മി ഷോ യു വൺ ക്വസ്റ്റ്യൻ. സി, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ കീ ഫീച്ചർ ഓഫ് ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത് ഫീച്ചർ. ഒരു പർട്ടിക്കുലർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. വൺ വേ കമ്മ്യൂണിക്കേഷൻ, മാനിപ്പുലേറ്റഡ് ഫീഡ്ബാക്ക്, ആബ്സെൻസ് ഓഫ് നോയ്സ്, യൂസ്ഡ് ഫോർ മാസ് കമ്മ്യൂണിക്കേഷൻ, സെൻഡർ സെൻട്രിക് കമ്മ്യൂണിക്കേഷൻ. സോ ഈ പറയുന്ന കൃത്യമായിട്ട് ആ മോഡൽ എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ഓരോ മോഡലുകളും എന്താണെന്ന് പഠിക്കുക. സോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഏരിയ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ സജസ്റ്റ് യു ടു കവർ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഫസ്റ്റ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നൗ മൂവിങ് ഓൺ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കാണിച്ചു എന്ന് മാത്രം, ഞാൻ അതിന്റെ ആൻസേഴ്സ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു എക്സാമ്പിൾ ആണ്, ഇങ്ങനെ ചോദിക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഏരിയ ആയിട്ട് നമുക്ക് പറയാവുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ അടുത്ത സ്ട്രാറ്റജിക് ഫോക്കസ് ഏരിയ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒന്ന് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഫീച്ചേഴ്സ് വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അതിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ആ ഒരു പെർസ്പെക്റ്റീവ് മാത്രമല്ല, നമ്മളോട് ചോദിക്കുന്നത് ചിലപ്പോൾ ഒരു ടൈപ്പ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നിട്ടുണ്ടാവും. അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? ഓർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഫീച്ചേഴ്സ് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്, അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ദെൻ എക്സാമ്പിൾസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാം. താഴെ തന്നിരിക്കുന്നത് ഏതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത്? ലൈക്ക് ഒരു ഡ്രസ് കോഡ് വെച്ചുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരുന്നു. ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതേപോലെ നോൺ വെർബൽ ക്യൂസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. പല രീതിയിലുള്ള നോൺ വെർബൽ ക്യൂസ് പറഞ്ഞിട്ട് അതിൽ ഏതാണ് അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഏരിയാസ് എന്ന് പറയുന്നത് ബേസിക്കലി അതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കുക, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഐഡന്റിഫൈ ചെയ്യുക, ലൈക്ക് പ്രോക്സിമിക്സ്, അതേപോലെ സെമിയോട്ടിക്സ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്. ആ ടേംസും അതിന്റെ മീനിങ്സും ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ എക്സാമ്പിൾസ് ഐഡന്റിഫൈ ചെയ്യുക, ആൻഡ് ഫൈനലി നോൺ വെർബൽ ക്യൂസ് ഐഡന്റിഫൈ ചെയ്യുക. കേട്ടോ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ വെർബൽ ക്യൂസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദി പിച്ച്, റേറ്റ്, വോളിയം ആൻഡ് യൂസ് ഓഫ് പോസ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ സംസാരത്തിലുള്ള നമ്മളുടെ പിച്ച്, റേറ്റ്, വോളിയം ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, അതേപോലെ പോസസ് കൊടുക്കുക, ഇതെല്ലാം ഏത് നോൺ വെർബൽ ക്യൂവിന് എക്സാമ്പിൾ ആണ്? ഇസ് ഇറ്റ് ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്ഷണൽ മോഡൽ? ആ മോഡൽസ് എല്ലാം നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ആദ്യത്തെ കോർ ഏരിയ ആയിട്ട് പറഞ്ഞ അതാണ്. അതേപോലെ നോൺ വെർബൽ ക്യൂസ്, പാരാ ലാംഗ്വേജ്. സോ ദിസ് ഈസ് പാരാ ലാംഗ്വേജ്. കേട്ടോ, അങ്ങനെയുള്ള ഡിഫറെന്റ് നോൺ വെർബൽ ക്യൂസിനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ. ഇനി നമുക്ക് മൂന്നാമത്തെ ഫോക്കസ് ഏരിയയിലേക്ക് പോകാം. മൂന്നാമത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുമ്പോൾ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ബാരിയേഴ്സിലേക്ക് വരുമ്പോൾ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാരിയർ. പുതിയ ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ചിലപ്പോൾ നമ്മൾ ചോദിച്ചെന്നിരിക്കും. ലൈക്ക് നമ്മൾ താഴെ തന്നിരിക്കുന്നത് ഏതാണ് ഒരു ടൈപ്പ് ഓഫ് ബാരിയർ ഇൻ റിലേഷൻ ടു സംതിങ്, അങ്ങനെ നമ്മളോട് അപ്ലൈ ചെയ്തുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. സോ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ക്യാൻ സി ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ദർ ആർ സൈക്കോളജിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ,
ദെൻ പെർസെപ്ച്വൽ ബാരിയർ മീൻസ് ബേസിക്കലി സൈക്കോളജിക്കൽ ബാരിയറിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കത് പറയാം. ദെൻ ഇമോഷണൽ ബാരിയർ, കൾച്ചറൽ ബാരിയർ ഓർ ക്രോസ് കൾച്ചറൽ ബാരിയർ, സെമാൻറ്റിക് ബാരിയർ, ടെക്നോളജിക്കൽ ബാരിയർ, ദെൻ ഓർഗനൈസേഷണൽ ബാരിയർ, ഇത് കൂടാതെ ഫിസിക്കൽ ബാരിയർ. ഇങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ ബാരിയേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് ഓരോന്നിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, എക്സാമ്പിൾസ് ഉൾപ്പെടെ മനസ്സിലാക്കുക. അതുകൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ഏരിയയും ടൈപ്പും ഒക്കെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സെയിം ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ ഏരിയാസ് റിപ്പീറ്റ് ചെയ്യാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് കവർ ചെയ്യണം. നൗ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സെമാൻറ്റിക് ബാരിയർ. ഒരു സെമാൻറ്റിക് ബാരിയർ നിങ്ങൾ ഇതിൽ നിന്നും ഐഡന്റിഫൈ ചെയ്യുക. ബ്ലർഡ് ഇമേജ് ഓൺ ടെലിവിഷൻ, അൺക്ലിയർ പ്രിന്റിംഗ് ഇൻ ന്യൂസ് പേപ്പർ, സ്റ്റാറ്റിക് ബ്രോഡ്കാസ്റ്റിംഗ്, റിഡൻഡൻസി ഇൻ റൈറ്റിംഗ്. സെമാൻറ്റിക് മീൻസ് സംതിങ് റിലേറ്റിംഗ് ടു ലാംഗ്വേജ്. സോ റൈറ്റിംഗിലുള്ള ഇഷ്യൂ മാത്രമേ അതിന്റെ ഭാഗമായിട്ട് വരാൻ പറ്റൂ. ഇതാണ് സെമാൻറ്റിക് ബാരിയർ കേട്ടോ. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ആ രീതിയിൽ കവർ ചെയ്യണം. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഏരിയ. നാലാമത്തെ ഏരിയയിലേക്ക് പോകുന്നു. നാലാമത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് മാസ് മീഡിയ ആണ്. സോ മാസ് മീഡിയയിൽ തന്നെ മാസ് മീഡിയ പ്രൊഡക്ഷൻ പ്രോസസ്, ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ് മീഡിയ ലൈക്ക് പ്രിന്റ് മീഡിയ, ഡിജിറ്റൽ മീഡിയ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ ഇലക്ട്രോണിക് മീഡിയ ഒക്കെ ആകുമ്പോൾ അതിന്റെയൊക്കെ ഫീച്ചേഴ്സ് നമ്മളോട് ഇൻ റിലേഷൻ ടു സംതിങ് എൽസ് ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യണം. ദെൻ തിയറീസ് ആൻഡ് ടേംസ്. മാസ് മീഡിയയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ലൈക്ക് ഫ്രെയിമിംഗ്, കൾട്ടിവേഷൻ തിയറി, അജണ്ട സെറ്റിംഗ്, പ്രൊപ്പഗൻഡ, PR പോലുള്ള ടേമുകളും അതിന്റെ മീനിങ്ങും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ബിക്കോസ് മാച്ച് ദി ഫോളോയിങ് വരെ നമ്മളോട് ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒന്ന് തിയറീസ് ആൻഡ് ടേംസ്, രണ്ട് പ്രൊഡക്ഷൻ പ്രോസസ്, പിന്നീട് മാസ് മീഡിയയുടെ ഡിഫറെന്റ് ഫീച്ചേഴ്സ്. ഓക്കെ, സോ അതാണ് നമ്മുടെ നാലാമത്തെ കോർ ഏരിയ മാസ് മീഡിയ. ദെൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. വാട്ട് ഈസ് ദി ടേം ഫോർ മാസ് മീഡിയ കണ്ടന്റ് that is intentionally designed to manipulate and influence public opinion? പബ്ലിക് ഒപ്പീനിയൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന മീഡിയ കണ്ടന്റ്, അതിന് പറയുന്ന പേരെന്താണ്? സെൻസേഷണലിസം, പ്രൊപ്പഗൻഡ, എന്റർടൈൻമെന്റ്, സെറ്റയർ. ആൻസർ ഈസ് പ്രൊപ്പഗൻഡ കേട്ടോ. ആ രീതിയിൽ ഓരോ ടേമുകളുടെ മീനിങ് നമ്മളോട് ഇതേപോലെ ചോദിക്കാറുണ്ട്. ആൻഡ് ഫൈനലി അഞ്ചാമത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിലെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് തിങ്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ശരി, അല്ലെങ്കിൽ എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. അതേപോലെ ഒരു ഇഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ടീച്ചർ ഫോളോ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, സ്റ്റുഡന്റുമായുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. സോ ടീച്ചർ ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഒരു രീതിയിൽ ആ ഏരിയ മനസ്സിലാക്കുക. ദെൻ പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെപ്റ്റ്സ് റിലേറ്റിംഗ് ടു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഇതാണ് പ്രധാനമായിട്ടും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. സോ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ. ഓക്കെ, സോ 5 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏരിയാസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഏരിയയിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരുന്നല്ല, എന്തായാലും ഒരു 60 to 70% ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്ന ഈ ഏരിയ എന്നായിരിക്കും. അതാണ് ഇത്രയും ഈ 5 ടോപ്പിക്കുകളുടെ സിഗ്നിഫിക്കൻസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ടോപ്പിക്കുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അഞ്ചാമത്തെ ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. Given below are 2 statements. One is labeled as assertion and second is reason. Assertion reason type question ആണ്. Assertion പറയുന്നത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ is a transactional process. Reason പറയുന്നത് quality of questions asked determine the quality of learning. Okay, സോ ഇത്തരത്തിലുള്ള അസർഷൻ റീസൺ ഈ ചോദിച്ചിരിക്കുന്ന ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. സോ ഇത്തരത്തിൽ അപ്ലൈ ചെയ്തുള്ള നോളജ് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ട്രാൻസാക്ഷണൽ പ്രോസസ്സിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ദെൻ ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ സ്റ്റുഡൻസ്, അതാണ് ക്ലാസിന്റെ ക്വാളിറ്റി കാണിക്കുന്നത്. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ആൻസർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടി നേടിയെടുക്കുക. നൗ മൂവിങ് ഓൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 5 ഏരിയാസ് ആണ് നമ്മളെ സംബന്ധിച്ച് കോർ ഏരിയാസ്. കമ്മ്യൂണിക്കേഷൻ കവർ ചെയ്യുമ്പോൾ ഏതൊരു ആസ്പിരന്റും ആദ്യം പഠിച്ചിരിക്കേണ്ട 5 ടോപ്പിക്കുകളായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ 5 ടോപ്പിക്കുകളാണ്. മറ്റൊന്നും പഠിക്കരുതെന്നല്ല, ഏറ്റവും ബിഗിനിങ്ങിൽ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഏരിയയിൽ നിന്നാണ്. ബിക്കോസ് ദീസ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർ മോസ്റ്റ് റെലവൻറ്റ് ടോപ്പിക്സ്. ഇത് കൂടാതെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും. അതൊക്കെ അഡീഷണലി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ്ങും പ്രോസസ്സും അങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം ബേസിക് നോളജ് അത് പാരലലി നേടുക. ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻസ് നിലവിൽ കൊടുക്കേണ്ട 5 ഏരിയാസ് ഇവയാണ്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഈ ഏരിയാസ് കവർ ചെയ്യേണ്ടത്? ലെറ്റ് മീ ടെൽ യു. ഇവിടെ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഐ വിൽ ഗോ ഫോർ PYQs. മറ്റ് സബ്ജക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെയല്ല, അവിടെയും ഈ PYQs ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കമ്മ്യൂണിക്കേഷന് നമുക്കുള്ള ഏറ്റവും നല്ല മെറ്റീരിയൽ എന്ന് പറയുന്നത് PYQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ അണ്ടർസ്റ്റാൻഡ് ദി സിലബസ്
പക്ഷേ സിലബസിന് പുറത്തും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് ഗോ ത്രൂ ദി PYQs. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ഏരിയാസ് റിപ്പീറ്റ് ചെയ്യും. ഏരിയാസ് റിപ്പീറ്റ് ചെയ്യും. സെയിം ക്വസ്റ്റ്യൻ മേ നോട്ട് റിപ്പീറ്റ്, പക്ഷേ ആ അതേ ഏരിയയിൽ നിന്ന് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് PYQ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയായിരിക്കും കമ്മ്യൂണിക്കേഷന് നല്ലത്. സോ കളക്ട് ദി PYQ. ഒരു കഴിഞ്ഞ 2019 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ കളക്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് ആ ക്വസ്റ്റ്യൻ ഏരിയാസ് പഠിക്കുക. ആ ഒരു മെത്തേഡ് ആയിരിക്കും ഏറ്റവും നല്ലത് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യാൻ. ആൻഡ് ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നോട്ട് ലൈക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഓർ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ. നമ്മൾ 8ഉം 10ഉം ഒന്നും ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല. നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത് 6 മാർക്കാണ് ഔട്ട് ഓഫ് 10. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ വെരി ഗുഡ് സ്കോർ ഫ്രം ദിസ് ഏരിയ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ അത്രയും ഈസി ഒന്നുമല്ല. നമ്മൾ ഒരിക്കലും കേൾക്കാത്ത ചില ടേംസും ചില തിയറീസും ഒക്കെ നമ്മൾ ചോദിച്ചു തന്നിരിക്കും. നമ്മൾ എത്ര കവർ ചെയ്താലും ചില റിസർച്ച് പേപ്പേഴ്സിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തന്നിരിക്കും. അല്ലെങ്കിൽ ചില കൺസെപ്റ്റുകൾ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം. ഈ ബാരിയേഴ്സിന് ഒരു ക്രോണോളജി ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. പക്ഷേ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചാൻസ് കൊണ്ട് മാത്രമേ നമുക്ക് ശരിയാക്കാൻ പറ്റൂ. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ ആ ടാർഗറ്റ് കുറച്ച് കുറയ്ക്കുന്നത്. 3 ഔട്ട് ഓഫ് 5 റൈറ്റ് ആൻസേഴ്സ് എങ്കിലും നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ഏരിയ ആണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ യു ക്യാൻ ഡു ഇറ്റ്, റൈറ്റ്? താങ്ക് യു എവരി വൺ. ബൈ.